Hello guys. എങ്ങനെ മാധവേട്ടൻ ഇടിച്ചിടറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട്. എന്താണ് സംഗതി നമുക്കൊന്ന് കേൾക്കാം. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് നടുറോഡിൽ തർക്കിച്ച സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചു. കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷിയുമായാണ് തർക്കമുണ്ടായത്. മദ്യപിച്ചു എന്ന സംശയത്തിലാണ് മാധവിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയായിരുന്നു. ഇതാണ് അപ്പോഴത്തെ ദൃശ്യങ്ങൾ. ഈ പട്ടി സീൻ കാണിക്കാത്തത് ഞാനിത് അതിനകത്ത് കൊണ്ടുവരത്തെന്ന് വെച്ചാൽ അതിനകത്ത് ഇങ്ങനെ ടാഗ് ലൈൻ പോകുന്നുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്. ഇതെന്തോ സെൻസേഷൻ ന്യൂസ് ആണെന്നാണ് ന്യൂസുകാർക്കൊക്കെ വിചാരം. മാധവ് എന്ന് പറയുന്നത് ഒരു സാധാരണ പൗരനാണ്. അത്യാവശ്യം വീട്ടിൽ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ്റെ ആ സിനിമാറ്റിക് സിനിമ വേൾഡിലുമായിട്ട് ജീവിച്ച ഒരു സാധാരണ കുട്ടിയാണ്. അത് കാണിക്കുന്നതിനൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തതൊക്കെ ഭയങ്കര സാധനം കാണിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ആ കുഞ്ഞിന് ഈ അച്ഛൻ്റെ താര പരിവേഷത്തിൽ ചെറിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതാണ് അവൻ കാണിച്ചത്. ഇത് സാധാരണ ഇപ്പം എൻ്റെ മകനാണെങ്കിൽ റോഡിൽ ഇങ്ങനെയൊക്കെ കാണിക്കും. കാരണം നീ ഒരുമാതിരി റാഷ് ഡ്രൈവിംഗ് ഉണ്ട് ചില അവന്മാർക്ക്, അടി പറ്റിക്കാനൊക്കെ തോന്നും. അത്രയാ കുട്ടി ചെയ്തോളൂ. പക്ഷെ അതിനെ ഉടനെ കള്ളുകൂടിയനാക്കി അതിനെ കൊണ്ടുപോയി പരിശോധിച്ച് അയ്യോ ഒന്നും പറയാനില്ല. ഞാൻ കുറേ കമൻസൊക്കെ നോക്കിയിരുന്നു. കമൻസിൽ ഒരാൾ എഴുതിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നു. അതായത് ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നല്ലോ, ഓനെ പരിശോധിച്ച പോലീസല്ലേ, അപ്പോൾ പിന്നെ കള്ളിൻ്റെ ഇതൊന്നും വരത്തില്ല, മലമൂത്രം എന്ത് പരിശോധിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന്. അങ്ങനെയൊന്നും പറയരുത്. ആ കുട്ടി കള്ളൊന്നും കുടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കള്ള് കുടിച്ചിട്ടല്ല അവൻ്റെ പെർഫോമൻസ്. അവൻ ആ ഈഗോ ഹേർട്ടായിട്ടാണ് അവൻ്റെ വണ്ടിക്കകത്ത് സ്ക്രാച്ച് ചെയ്ത്. ചിലർ ഭയങ്കരമായിട്ട് വണ്ടി അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും. റാഷ് ആൻഡ് മറ്റുള്ളവരെ കെയർ ചെയ്യാതെ പോകുന്ന ഒരു രീതിയുണ്ട്. ട്രിവാൻഡ്രല്ലേ, അത് അങ്ങനെ തന്നെയാണ്. ഭയങ്കര കുഴപ്പമാണ്. ക്രൗഡായിരിക്കും, അവർക്ക് റഷാണ്. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൻ. എന്തായാലും അയാളും അത്ര ഡീസൻ്റ് ആളൊന്നുമില്ല. പുള്ളി വലിയ കാര്യത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മുടെ സുരേഷ് അണ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. സുരേഷ് അണ്ണൻ പറഞ്ഞു, കുടുംബത്തിൽ കയറി കളിക്കേണ്ടിയിടാന്ന്. കേൾക്കാം. എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എന്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി? ചേട്ടനിക്ക് നല്ല വിഷമായി, നല്ല ബെസ്സമായി. ഈ സംഭവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോൺഗ്രസ് എണ്ണമെന്ന് കാര്യം പറയുന്നുണ്ട്. അതും ഒന്ന് കേൾക്കാം. മാധവനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചുവെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണയും പ്രതികരിച്ചു. ഞാൻ ശാസ്തമംഗല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വേദികയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ U-ടേൺ എടുത്ത് വെള്ളയമ്പലം ഭാഗത്തേക്ക് വരികയാണ്. അപ്പം മറ്റൊരു വാഹനം വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് ശാസ്തമംഗലത്ത് നിന്ന് വെള്ളയമ്പലം ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു വരും. അപ്പം ഞാൻ അവിടുന്ന് U-ടേൺ എടുത്ത് ട്രാക്ക് സെക്കൻഡിൽ നിന്നാണ് ഞാൻ സ്ലോയിൽ വരുന്ന ട്രാക്ക് വെച്ചെടുത്ത് സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാനും തിരിച്ചവരോട് കയർത്ത് സംസാരിക്കുന്നതാണ്. ഞാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസൊന്നും അല്ല നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടി കയറ്റി പിടിക്കുന്നു. അപ്പം മറ്റൊരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റാതെ അവിടെ റോഡ് ബ്ലോക്ക് ആവുന്നു. പക്ഷേ 11 മണി ഏകദേശം 10:45 വന്നതുകൊണ്ട് വാഹന തിരക്ക് കുറവാണ്.
ആ സമയത്ത് ആൾക്കാരെല്ലാം കൂടി വരുന്നു. ഒരു 5 മിനിറ്റ് റോഡിൽ വെച്ച് സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷം എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു കാർ കൊണ്ട് നിർത്തി. ആ കാറിലേക്ക് മറ്റൊരു ബൈക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അപകടം ഉണ്ടായപ്പോൾ നാട്ടുകാർ വന്ന് അയാളോട് ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി. അയാളോട് വണ്ടി എടുത്ത് മാറ്റാൻ പറയുന്നു. ഈ അവസരത്തിൽ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെയാണ്. പക്ഷേ എനിക്ക് ആളിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞാൻ അത് ഇന്നാളുടെ മകനാണെന്ന് പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരൻ റോഡിൽ ബ്ലോക്ക് ചെയ്ത് വണ്ടി ഇട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഒന്ന് പോലീസ് വരണമെന്ന് പറയുന്നു. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഭാഷ വെച്ച് അയാൾക്ക് തോന്നി ഞാൻ അയാൾ അച്ഛനെ പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛനെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് പൊതുസമൂഹം അറിഞ്ഞുകൊണ്ട് അച്ഛന് പരാതി ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അയാൾക്ക് തോന്നിയത് ഞാൻ അയാൾ അച്ഛനെ വിളി. അപ്പോൾ അയാൾ ആ ടോണിലേക്ക് ഒച്ചയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ വാഹനത്തിലേക്ക് കയറി. അപ്പോൾ എനിക്ക് ആദ്യം കരുതി ഞാൻ അയാൾ മദ്യപിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു, അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ വലിയ ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട്, പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടി കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാളെ വിളിച്ചു വരുത്തിയനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ്, മറ്റു സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഒച്ചയെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ. അണ്ണ വലിയ വായ്ത്താളൊന്നും അടിക്കണ്ട, പയ്യ വല്ല വന്ന് പറഞ്ഞ് അങ്ങ് മിണ്ടാതിരിക്കണാണ്. തന്തയ്ക്ക് വിളിച്ചിട്ടാ, ആ തന്തയ്ക്ക് പേരുദോഷം ഉണ്ടാക്കല്ലേന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ തന്തയ്ക്ക് വിളിയുന്ന അർത്ഥം. ഇയാൾ മനസ്സിലെന്തോ ഉദ്ദേശിച്ചിട്ടാണ് ചെറുക്കൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. തന്തയ്ക്ക് വിളിച്ചാൽ പിന്നെ ചെറുക്കൻ അടിയെന്ന്. അവനായോണ്ട് കാറിലടിച്ച്, ഞാനാണെങ്കിൽ ചെവിക്കലിന് തന്നേനെ. ആരടാ നീ? ആ കാര്യമൊക്കെ ശരിയാണ്. 2 കക്ഷിയാണ്, 2 പാർട്ടിയാണെങ്കിലും മാധവേട്ടൻ നമ്മുടെ ആളാണ്. മാധവേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഈ ഒരു രാഷ്ട്രീയ പ്രശ്നമുള്ളൂ. അല്ലാത്ത പക്ഷേ കുടുംബത്തിനോട് ഒരു ദേഷ്യമില്ല, ഭയങ്കര സ്നേഹമുള്ള ഒരു കുടുംബമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒന്നുമില്ലേലും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ അന്നേ പറഞ്ഞാണ്, സുരേഷ് ഏട്ടാ നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. കേൾക്കാത്തോണ്ടല്ലേ ആ പെണ്ണുമ്പിള വളർത്തിയാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ മക്കൾ. കണ്ട റോട്ടിൽ കിടന്ന് അടി കൂടുന്നു, വല്ല കാര്യം ഉണ്ടായിരുന്നു. ഏതായാലും ജനപ്രതിനിധി ആയതുകൊണ്ടും ഒരു മന്ത്രി ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പോലും എന്നും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ഇതിന് ശരിയുള്ള നടപടി വേണം. പ്രധാനമന്ത്രി രാജിവെക്കണം. അതിൽ കുറഞ്ഞൊരു പനിഷ്മെൻറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെന്ത് പറയണേ? എനിക്ക് സത്യമായിട്ട് അങ്ങനെയാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാലേ പറ്റുള്ളൂ. കൊച്ചിറക്കനിക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പം അത്യാവശ്യം ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കി കൊടുക്കുക. ഫസ്റ്റ് തിങ്, നമ്മളുടെ പദവി എന്താണെന്നും ആ പദവിയുടെ പ്രിയോറിറ്റി അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്താണെന്നും നമ്മുടെ കുട്ടികളോട് ആദ്യം പറഞ്ഞു കൊടുക്കുക. സമൂഹത്തിൽ ജനങ്ങൾ സെലക്ട് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് ജനപ്രതിനിധി. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയണം, ജനങ്ങളോട് സൗമ്യമായി പെരുമാറും. നമുക്കുള്ളിൽ ദേഷ്യം ഉണ്ടാവും, സ്വാഭാവികമാണ്. പല സിനിമകളിലും കണ്ടിട്ട്, രാജാവിൻ്റെ മകൻ ഇന്നത്തെ കാണിച്ചത് കണ്ടിട്ടില്ലേ? മൂക്കളെ ഇങ്ങനെ പിടിച്ച് കളഞ്ഞിട്ട് പിന്നെ പോയി കൈ കഴുകുന്നു, ഡെറ്റോൾ ഒഴിച്ച് കഴുകുന്നു. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ജനങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എത്രത്തോളം ഇറങ്ങുന്നോ അത്രത്തോളമേ നിങ്ങൾക്ക് വോട്ട് കിട്ടുകയുള്ളൂ, നിങ്ങൾക്ക് ജനസമ്മതി ഉണ്ടാവുകയുള്ളൂ. അല്ല, അതിപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. കള്ള വോട്ട് കൊണ്ട് കയറിയ അച്ഛൻ്റെ മോനല്ലേ മോനെ. അച്ഛൻ എയറിലാണ് മോനങ്ങ് ശൂന്യാകാശത്തേക്ക് പോകാനുള്ള കളിയൊന്നും കളിക്കരുത് കേട്ടോ. ഇതൊക്കെ സെറ്റാണ് മോനെ, ഇതൊക്കെ തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ, ഇതൊന്നും ചിന്തിക്കരുത്. എന്തുപോയി ഇത്? അടിയടാ, എട്ടടാ. എടാ, ഇത് സിനിമയല്ല. സിനിമയിൽ കട്ട് എന്ന് പറയുമ്പോൾ അമ്മര് കട്ടാക്കും. ഇതിനകത്ത് കട്ട് എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. നിന്നെ എന്തെങ്കിലുമൊക്കെ അമ്മര് കട്ട് ചെയ്തെടുത്തോണ്ട് ഓടും. അനാവശ്യമായിട്ട് എന്തിനടാ കൊച്ചിറക്കാർ രാത്രി കിടന്ന് നീ പട്ടി ഷോ കാണിക്കാൻ പോണത്? പപ്പറ്റ് ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സമയം മെനക്കെടുത്തി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു, അവൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. വാർത്താ ദാരിദ്ര്യമുള്ള വാർത്താ മലരുകളെ, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെയൊക്കെ മക്കൾ എവിടെ പോയി, ആരോടെ കയർത്തു, ആരോടെ കയറി, എന്ത് ചെയ്തു, ഇതൊക്കെയാണ് അമ്മമാർക്ക് ന്യൂസ്. ഇവിടെ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 108 ന്യൂസുകൾ കിടക്കുന്നത്. ഒന്നും അമ്മമാർക്ക് പബ്ലിഷ് ചെയ്യാൻ വയ്യ, ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ വയ്യ, അറിയാൻ വയ്യ. നാണം കേട്ട മാധ്യമങ്ങൾ. എനിക്ക് അത്രേ തോന്നിയുള്ളൂ. ആ പയ്യൻ ദേഷ്യം കൊണ്ട് എന്തോ കാണിച്ചു, പോട്ടെ, അതൊരു ചെറിയൊരു കഷ്ണം. അതിൻ്റെ അപ്പുറം ഇമ്പോർട്ടൻറ്റ് എക്സ്ക്ലൂസീവ് കിട്ടി ഞങ്ങൾക്ക്. അതിനകത്ത് പിന്നെ ലൈനിൽ അവരെ പേരിങ്ങനെ എഴുതി പോയാണ്, വേറെ ആരും ഇത് എടുത്തുകൊണ്ട് പോയത്. ഫസ്റ്റ് കിട്ടിയത് ഞങ്ങളുടെ കയ്യിലാണ്. പിന്നെ എന്തൊരു വാഴയാ? അവൻ്റെ തീവ്രവാദിയായിരുന്നോ? അവനെ പിടിച്ചാൽ എന്ത്, പിടിച്ചില്ലെങ്കിൽ എന്ത്? അവർ തമ്മിലുള്ള തർക്കം, വണ്ടി തടഞ്ഞു, പബ്ലിക് ന്യൂയിസൻസിന് എടുത്താൽ തന്നെ ഒരു കേസ്. ആ പയ്യനായതുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത്. ഞാനാണെങ്കിൽ കേസറാന്നേ പറയുള്ളൂ, കേസറാന്നീ എന്ന് ബില്ല്. ഇതെല്ലാം ഒരു കേസാണ്. പബ്ലിക് ന്യൂയിസൻസ് എല്ലാവരും ആക്കേണ്ടി വരും. അവൻ്റെ വണ്ടിയിൽ ഉരച്ച് അവനെ ഉപദ്രവിച്ചിട്ട് പോയത് എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള മര്യാദയ്ക്ക് വർത്തമാനം പറയുന്നുണ്ട്. തന്തയ്ക്ക് വിളിച്ച പിന്നെ വണ്ടി തടയില്ല, എന്തോ ചെയ്യണ്ടേ? ആ ചക്കൻ ചെയ്ത 100% ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചുമ്മാ അച്ഛൻ്റെ രാഷ്ട്രീയം കൊണ്ട് മക്കളെ ഉപദ്രവിക്കും. മക്കൾ മണ്ടത്തരം കാണിച്ചാൽ നമുക്ക് പറയാം. അച്ഛൻ്റെ രാഷ്ട്രീയമോ അച്ഛൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കൊണ്ട് മക്കളെ റോഡിലിട്ട് ഉപദ്രവിക്കുന്നതിനോട് യോജിപ്പില്ല. അത്രയും വലിയ തെറ്റൊന്നും സുരേഷ് ഗോപി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഇച്ചിരി മണ്ടത്തരമുണ്ട്, ആന മണ്ടന, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് മക്കളെ ഉപദ്രവിക്കരുത്.
ആ കുട്ടികളുടെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് അതിലൂടെ വന്നത്. സിനിമാ ലോകത്ത് ജീവിക്കുന്ന പയ്യനാ, ഫാന്റസി വേൾഡാ. അതാണ് അവൻ പലപ്പോഴും പറ്റിപ്പോകുന്ന ഒരു അബദ്ധം. നല്ല കുഞ്ഞുങ്ങളാണ്. ഒരു പക്ഷേ ഈ സുരേഷ് ഗോപി ചൂസ് ചെയ്ത രാഷ്ട്രീയം മറ്റൊന്നായിരുന്നെങ്കിൽ കുട്ടികൾ എവിടെയോ നിൽക്കേണ്ട പിള്ളേരാണ്. അതായത് അടുത്ത ഒരു 2-3 പരമ്പരയ്ക്ക് തന്നെ ഈ പിള്ളേർ തന്നെയായിരുന്നേനാ ഇലക്ഷനൊക്കെ നിൽക്കാനും അത്രയും അക്സെപ്റ്റൻസ് കിട്ടേണ്ട പാവം കുഞ്ഞുങ്ങളാണ്. പക്ഷെ എന്ത് ചെയ്യാം, തന്തയുടെ ആ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ അച്ഛൻ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ് ഗോപിയുടെ മക്കൾ എന്നുള്ള പേര് അവർക്കൊരു ബാധ്യതയാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയണു. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനും മറ്റുള്ളതിനും പട്ടിഷോയ്ക്കും ഒന്നുമല്ല. 2 കൂട്ടരും കുറ്റക്കാരാണ്. അവൻ ആ വണ്ടി വല്ലാണ്ട് ഓടിച്ചു, ഹാഷ് ഡ്രൈവായിരുന്നു. ആ ഡ്രൈവിന് എതിരെ സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ അയാൾ ചോദ്യം ചോദിച്ചു. അതിനെതിരെ കേസ് ഒന്നും അത് ഏറ്റെടുക്കണമായിരുന്നു. പരമാപ്പ് പറയാൻ പാടില്ല. കാരണം ഇതൊരു സെൻസേഷൻ വാർത്തയാക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ പരിശോധിച്ചപ്പോൾ ഒരു ഉണ്ടയും കിട്ടാത്തെടുത്ത് വെറുതെ വന്ന് കമൻറ്റ് എഴുതാൻ എല്ലാവരെ കൊണ്ടും പറ്റും കേട്ടോ. പോക്കർത്തരം പറയില്ലേ. ആ പിള്ളേരാരും കള്ള കുടിക്കുന്നവരാരും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അയാൾ അങ്ങനെ ഒരു ടൈമിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതായിട്ട് തോന്നിയിട്ടില്ല. നാളിതുവരെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടികൾ കള്ളു കുടിച്ച് കഞ്ചാവ് അടിച്ച് എന്നൊക്കെ പറയണത് വെറുതെയാണ്. അതൊന്നുമല്ല, ഒരു സാധാരണ ക്ലാഷ്, സാധാരണ സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയൊരു വഴക്ക്, അത്രയേ ഉള്ളൂ. അതിന് അത്ര മാനം കൊടുത്താൽ മതി. ആവശ്യമില്ലാതെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നു എന്ന് കരുതിയിട്ട് അനാവശ്യമായ കള്ളപ്രചരണത്തിനോട് യോജിപ്പില്ല. എന്നാലും ഷിറ്റ് ഗോപി സൂപ്പർ മന്ദബുദ്ധികളെ തന്നെ പറ്റി വെച്ചിരിക്കുന്നു. ഒന്നും പറയാനില്ല. താങ്ക് യു. അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണേ.